പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സമ്മർദ്ദം ശക്തമാക്കി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുന്നണിയുടെ കൺവീനർ പദവി നിതീഷ് കുമാർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. അതിനിടയിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ജനതാദൾ യു ബീഹാറിൽ സ്വന്തം നിലയ്ക്ക് പ്രചരണവും ആരംഭിച്ചു. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നണി കൺവീനർ പദവി നിതീഷ് ഏറ്റെടുക്കാത്തത്. നിതീഷ് കൺവീനറായാൽ വേറെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പാടില്ല എന്ന് JDU നേതാക്കൾ നിലപാടെടുക്കുന്നു. വൈകിയ വേളയിലാണ് കൺവീനറെ തെരഞ്ഞെടുക്കുന്നതെന്നും JDUവിന് ആക്ഷേപമുണ്ട്. മുന്നണി അധ്യക്ഷനായി മല്ലികാർജുൻ ഖാർഗെയെ പ്രഖ്യാപിക്കുന്നത് മമതയുടെ നിലപാട് അറിഞ്ഞ ശേഷമാകാമെന്ന് രാഹുൽ ഗാന്ധി സഖ്യ നേതാക്കളുടെ ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞതിലും നിതീഷ് കുമാർ അതൃപ്തിയിലാണ്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ഉയർത്തിക്കാണിക്കാൻ മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ എന്നിവർ ആവശ്യപ്പെട്ടതു മുതൽ JDU അതൃപ്തിയിലാണ്. അതേസമയം സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകളിലെ ധാരണകളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള കൂടിക്കാഴ്ചകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരംഭിച്ചു. ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, NCPയുടെ ശരത് പവാർ എന്നിവരുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. അതേസമയം ജനതാദൾ യു ബീഹാറിൽ സ്വന്തം നിലയ്ക്ക് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ജാതി സെൻസസ് ഉയർത്തിക്കാട്ടി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് JDUവിന്റെ പ്രചാരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.